ഈ NDF-കാരനൊക്കെ ചെയ്യുന്ന ആദ്യത്തെ പണി എന്താ നിങ്ങൾ? നട്ടപ്പാതിരക്ക് കുട്ടികളെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയിട്ട് വിളക്കൂതിയിട്ട് പറയാണ്, വെറുതെ പറയാണ്. മുജാഹിദുകളൊക്കെ ചുമ്മാ പ്രസംഗത്തിന്റെ ആരംഭത്തിന് പറയാണ്. ഇത് നമ്മളെ നാടൊന്നല്ല. എപ്പോഴാ പാകിസ്ഥാനിലേക്ക് പോകണ്ടെന്നറിയില്ല. RSS വരികയാണ്, ശിവസേന വരികയാണ്, ബജ്രംഗ് ദൾ വരികയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോളി, സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ പ്രശ്നമാവും. അങ്ങനെ ഈ സാധു എന്നെ പറഞ്ഞ് പേടിപ്പിക്കാൻ. ഈ സാധു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നട്ടപ്പാതിരക്ക് വീട്ടിൽ പോകുമ്പോഴാണ് കൊട്ടത്തേങ്ങ വീഴുന്നത്. RSS വരികയെന്ന് കരുതി പേടിക്കുകയാണ്. ഞാൻ എൻ്റെ യൂത്ത് ലീഗിന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട്, സംഗതി സുഹൃത്തുക്കളായിരിക്കും. NDF-കാരങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് എപ്പോഴും ഒരു ബേജാറാണ്, ടെൻഷനാണ്. എന്തോ വരാനുണ്ട്, ഒരു മുഖത്തൊരു പ്രസാദമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ബദറും കാത്തുക്കാണ്. ബദർ ഇങ്ങനെ ആഴ്ചക്ക് വരികയാണല്ലോ. പിന്നെ 313 ബദരിങ്ങൾക്ക് എന്താ പ്രാധാന്യം? അങ്ങനെ പറഞ്ഞിങ്ങനെ അപ്പൊ അങ്ങനെ നടന്നു പോകും. ഞാൻ പറയും, ഒറ്റക്ക് പോകുന്ന NDF-കാരങ്ങൾ പിറകുന്ന് വിളിക്കരുത്. ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോകുന്നു, ഓമ്പാരോ വരികയെന്ന് കരുതിക്കാണ്. ബേജാറായി പോകും മനുഷ്യന്മാര്. ഇങ്ങനെ പേടിപ്പിക്കുകയാണ്, അത് വരാണ്ട് ഇത് വരാൻ. നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ ബേജാറായി ഇങ്ങനെ നടക്കും. നിങ്ങൾ പട്ടാളത്തിൽ പോയാൽ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പട്ടാളത്തിൽ പോയാൽ പട്ടാളത്തിൽ ചേരുന്ന ഒരാളുടെ കയ്യിൽ തോക്കിന്റെ ബാനറ്റ് കൊടുക്കും. എന്നിട്ട് പറയും, അതാ ശത്രു കുത്തെന്ന് പറയും. അപ്പൊ ഒന്ന് പറയും, എവിടെ ശത്രു കാണില്ലല്ലോ. ഉണ്ടെന്ന് വിചാരിച്ച് കുത്ത്. അങ്ങനെ കുത്തു. അപ്പൊ പറയും, ബാക്കിൽ ശത്രു, ബാക്കിൽ കുത്ത്, ഇടത്ത് ശത്രു, വലത്ത് ശത്രു, മോളിൽ ശത്രു, താഴെ ശത്രു. അങ്ങനെ കുത്തി കളിക്കും. എന്നിട്ട് ഇങ്ങനെ ശത്രു ഉണ്ട് എന്നുള്ള ഒരു ധാരണ, ശത്രു ഇല്ല ഉണ്ട് എന്നുള്ള ഒരു ധാരണയിൽ ഇവനെങ്ങനെ മസിൽ പിടിച്ചു വരുത്തും. അങ്ങനെയാണ് ഈ നമ്മളെ ഈ പട്ടാളക്കാർ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മസിലൊക്കെ പിടിച്ച നടക്കുക. നമ്മൾ വിചാരിക്കും എന്തോ ഒരു കിബറാൻ. അല്ല, അവരങ്ങനെ ആക്കിയെടുത്തതാണ്. പക്ഷെ അവർക്ക് അതിന് മാസം ശമ്പളം കിട്ടും. നമ്മളിങ്ങനെ രാവിലെ മുണ്ടുകുപ്പായം മാറ്റി മസിലും പിടിച്ചടന്നിട്ട് എന്റെ സഹോദരന്മാരെ, കുട്ടികൾ മരത്തുമ്പോൾ കയറും. വേറൊരു ഏർപ്പാടില്ല. ശത്രു ഉണ്ട്. ഒരു യാത്ര പുറപ്പെടുമ്പോൾ രാവിലെ ബസ് സ്റ്റാൻഡിൽ നോക്കുമ്പോൾ വേറെ ചുവന്ന കണ്ണൊക്കെ എന്തോ കണ്ണു രോഗമായിരിക്കും. അന്ന് യാത്ര മുടക്കി RSS-കാരൻ വിചാരിച്ച് വീട്ടിൽ പോവാ. എന്തോ ഒരു ബേജാറ്. എന്ത് പണി നടക്കും? നട്ടപ്പാതിരിക്ക് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച സുഹൃത്തിന് നമുക്ക് ചങ്ങരം കൊടുത്ത് നമ്മളെ സമ്മേളനം ഉണ്ട് പോണ്ടേ. ഓൻ പറയും, സമ്മേളനം ഇവിടെ ബദർ വരാൻ നേരത്തെ എന്റെ സമ്മേളനം ഓനെ കിട്ടൂല. ഒരു കിണർ കുത്താൻ കിട്ടൂല, റോഡ് ഉണ്ടാക്കാൻ കിട്ടൂല, ഒരു പാലുണ്ടാക്കാൻ കിട്ടൂല. ഓൻ യുദ്ധം കാത്തുക്കാൻ. മനുഷ്യന്റെ ക്രയശേഷിയെ പൂർണ്ണമായി നശിപ്പിക്കുക. ഇത് ഞാൻ പലപ്പോഴും പറയാറില്ല, തമാശ ഉണ്ട്. ഞാൻ പണ്ട് ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിലാണ് പഠിച്ചത്. അങ്ങനെ ഒരു അബദ്ധം ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ പഠിക്കുന്ന കാലത്ത് എന്റെ കൂടെ ഉള്ളവരൊക്കെ കരാട്ട പഠിക്കാൻ പോയി. അപ്പൊ പിന്നെ ഞാൻ മോശമാക്കണ്ടല്ലോ എന്ന് കരുതി, അത്യാവശ്യം ആരോഗ്യമൊക്കെയുള്ള ഒരാൾ എന്തിനാ പഠിക്കാതെ ഞാനും പോയി. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കരാട്ടന്റെ മാഷ് മെലിഞ്ഞുണങ്ങിയ ഒരാളാണ്. കരാട്ട പഠിക്കുന്നത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. കരാട്ട പഠിക്കണം അവനാന്റെ തടിക്ക് നല്ലതാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാൻ നമ്മൾ വിചാരിക്കണ്ട. അവനാന്റെ തടി നന്നാവും, നല്ല കാര്യമാണ്, പഠിക്കുമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ മാഷ് ഇങ്ങനെ മെലിഞ്ഞുണങ്ങിക്കാണ്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് ഈ ബെൽറ്റ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെ വെലിഞ്ഞ് വരുത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പണിക്കില്ലായിരുന്നു. കാര്യം എന്താ, ആകെ ജീവിതത്തിൽ 1-2 അടി ഉണ്ടാക്കാൻ പറ്റും. അതിന് അതന്നെ മര്യാദ കടന്നാൽ അത് ഉണ്ടാവില്ല. അതിനിങ്ങനെ കാലാകാലം മസിലും പറപ്പിച്ച് ഇങ്ങനെ മെലിഞ്ഞോട്ടി നടക്കുക. അപ്പം വല്ല കല്ലുടുത്ത് എറിഞ്ഞ് തടിയെടുക്കാൻ നോക്കുക എന്നല്ലാതെ അതിങ്ങനെ ബേജാറായി നടക്കുക. എന്റെ സഹോദരന്മാരെ, വേറെ പണിയുണ്ടാവില്ലേ ജീവിതത്തിൽ? എന്തിനാണ് മനുഷ്യനെ കൊള്ളുക? അവൻ ഏത് കാര്യത്തിന് കൊള്ളും? മരിക്കാൻ തയ്യാറായിക്കൊള്ളിതാണ്. ഞാൻ തലശ്ശേരിയിലെ ഫസൽ കൊല്ലപ്പെട്ടു. NDF-കാരനായ ഫസൽ. ആ കൊല്ലപ്പെട്ടപ്പോ പരസ്യമായ പ്രസംഗം, എന്റെ കയ്യിൽ കാസറ്റ് ഉണ്ട്. എന്താ പ്രസംഗം അറിയോ നിങ്ങൾ? ഫസൽ ഷഹീദായി, അൽഹംദുലില്ലാ, അദ്ദേഹം സ്വർഗത്തിലെത്തി. മൂപ്പരെ കൊണ്ടാക്കിയിട്ട് വരികയാണ്, സ്വർഗത്തിലെത്തി. എന്നിട്ട് പറയാണ്, ഫസലിന്റെ മാർഗത്തിൽ, ഇസ്ലാമിന്റെ മാർഗത്തിലല്ല, ഫസലിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ ഞങ്ങൾ ക്യൂ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, കേരളത്തിൽ വെറുതെ ക്യൂ നിന്ന് ബോറടിക്കണ്ട, ഒന്ന് ഗുജറാത്ത് പോയാൽ മതി, പെട്ടെന്ന് നടന്നിട്ടു. ഇവിടെ അത്ര പെട്ടെന്ന് നടക്കില്ല. ഒന്ന് നന്ദിഗ്രാമിലോ അല്ലെങ്കിൽ എവിടെങ്കിലൊക്കെ ഒന്ന് പോയി നിന്നാൽ പണി ഈസി ആയി കിട്ടും. ഇവിടെ ക്യൂ നിന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. മരിക്കാൻ ക്യൂ നിൽക്കുക. പ്രവാചകൻ